നമസ്കാരം. ഇടുക്കി ബഡ്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബഡ്ഡീസേ, ഇന്ന് ഞായറാഴ്ചയാണേ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ വീട്ടിൽ മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസം. അവധി ദിവസങ്ങളിൽ നിങ്ങൾ പലരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? നിങ്ങളുടെ അവധി ദിവസം ആക്ടിവിറ്റീസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞത് സന്തോഷം. ഇനിയും സപ്പോർട്ട് ഉണ്ടാണേ. കൂടുതൽ മനോഹരമായ വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇന്ന് നെടുങ്കണ്ടം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. 1-2 സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ നെടുങ്കണ്ടത്തിൻ്റെ ദൃശ്യങ്ങളൊന്ന് ഉൾപ്പെടുത്താമെന്ന്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മെയിൻ ടൗൺ ആണ് കേട്ടോ നെടുങ്കണ്ടം. അത്യാവശ്യം പ്രധാനപ്പെട്ട പർച്ചേസിനൊക്കെ നമ്മൾ പോകുന്ന നെടുങ്കണ്ടത്താണേ. 3 കിലോമീറ്ററോളം ദൂരമുണ്ട് നെടുങ്കണ്ടത്തിന്. 1940കളിലും 50കളിലും 60കളിലും എല്ലാം കോട്ടയത്തു നിന്നും പാലായിൽ നിന്നും മറ്റു നാട്ടുപ്രദേശങ്ങളിൽ നിന്നും എല്ലാം കുടിയേറിയ കാരണവന്മാര് മണ്ണിനോടും മഴയോടും കാട്ടുമൃഗങ്ങളോടും മഹാമാരികളോടും ഒക്കെ മല്ലിട്ട് പടുത്തുയർത്തിയ നാടാണേ. അമ്പലവും പള്ളിയും എല്ലാം ഒരേ കോമ്പൗണ്ടിൽ എന്ന പോലെ നമ്മുടെ നാട്ടിൽ സ്ഥിതി ചെയ്യുന്നത്. മതസൗഹാർദ്ദത്തിന്റെ കാര്യം പറയണ്ടല്ലോ. ഏലവും കുരുമുളകും ജാതിയും ഗ്രാമ്പും സുഗന്ധവ്യഞ്ജനങ്ങളും എല്ലാം കൃഷി ചെയ്യുന്ന മണ്ണിന്റെ മക്കളുടെ വാസസ്ഥലം. ജീവിത പ്രതിസന്ധികളെയൊക്കെ നെഞ്ചൂക്കോടെ നേരിട്ട കാരുണ്യത്തിന്റെ കരുത്തുള്ള കർഷക മക്കളുടെ അധ്വാനത്തിന്റെ പ്രതീകം. എൻ്റെ നാടെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും എന്നെ പോലെ തന്നെ രോമാഞ്ചം ഉണ്ടാവുമല്ലോ. ചെറുപ്പത്തിൽ വാപ്പായുടെ ഉമ്മയിൽ നിന്ന് കേട്ട കഥകളിലെല്ലാം മെയ്ക്കരുത്തിന്റെയും കൈക്കരുത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും കഷ്ടപ്പാടിന്റെയും ഒക്കെ കഥകളുണ്ടായിരുന്നു. ഏറുമാടത്തിലിരുന്ന് കാട്ടാനയെ നേരിട്ടതും ഭക്ഷണം കഴിക്കാനില്ലാതെ വെള്ളം മാത്രം കുടിച്ച് വയറ് നിറച്ചതും മൃഗങ്ങളെ നേരിടാനായി വലിയ തീക്കുണ്ടാരങ്ങൾ ഉണ്ടാക്കിയതും എല്ലാം ഞാൻ കേട്ടിട്ടുണ്ടേ. ജാതിയും വർണ്ണവും വർഗവും ഒന്നും നോക്കാതെ ഒന്നിച്ചുണ്ടും ഉറങ്ങിയൊക്കെ കെട്ടിപ്പടുത്ത നാടായത്. ബഡീസെ, നമ്മുടെ കഥ പറച്ചിൽ കുറച്ച് തപ്പലും തടച്ചിലും ഒക്കെ വരുന്നുണ്ടല്ലേ. പതുക്കെ ശരിയാക്കി എടുക്കാവേ. വീഡിയോയുടെ ക്ലാരിറ്റിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് 1-2 പേര് പറഞ്ഞു തന്നായിരുന്നേ. അതൊക്കെ പതുക്കെ മാറ്റി എടുക്കാം കേട്ടോ. പിന്നെ ടെക്നിക്കലായിട്ടുള്ള അറിവിൻ്റെ കുറച്ച് കുറവുണ്ട്. അതെല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ. പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല വൃത്തിയായിട്ട് ചെയ്യാവേ. ഞാൻ ഉച്ചയ്ക്ക് 12 മണി സമയത്താണ് വണ്ടിയുമായിട്ട് വെളിയിൽ ചാടിയത്. നല്ല ചൂടുണ്ടായിരുന്നേ. ഇപ്പോൾ കാലാവസ്ഥയൊക്കെ വളരെ ചൂടാണ്. അല്ലെങ്കിൽ നമുക്ക് വേനൽക്കാലം ആണെന്നുണ്ടെങ്കിൽ കാലാവസ്ഥയിൽ ചെറിയൊരു ആശ്വാസമൊക്കെ കിട്ടുന്ന, ചെറിയ തണുപ്പും കാറ്റും ഒക്കെ കിട്ടുന്ന. ഈ വർഷം എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ചൂടാണ്. വെയിലും ചൂടും ആയോണ്ടാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. തിരക്ക് നന്നേ കുറവായിരുന്നു. പിന്നെ ഞായറാഴ്ചയല്ലേ, ആൾക്കാർ പള്ളിയിൽ പോകാനും സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ദിവസമല്ലേ. പിന്നെ കുറച്ചുപേർ എന്നെ പോലെ മടി പിടിച്ച് വീട്ടിലും ഇരിക്കുമല്ലോ. എല്ലാം കൊണ്ടായിരിക്കും തിരക്ക് കുറഞ്ഞ്. പോകുന്ന വഴിക്ക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ടേ. കട കണ്ടതും ഞാൻ ഒതുക്കി. എന്താണെന്നറിയാം, അവിടെ നല്ല അടിപൊളി ഫ്രൂട്ട് സലാഡ് കിട്ടും. ചൂടൊക്കെ അല്ലേ, ഒരെണ്ണം അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ബഡീസെ, ഫ്രൂട്ട് സലാഡ് അടിക്കുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കല്ലേ. എന്തായാലും അതിനുശേഷം വീണ്ടും കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നെടുങ്കണ്ടത്തിന്റെ ബാക്കിയുള്ള ദൃശ്യങ്ങളും കൂടെ ഒന്ന് പകർത്തിയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വണ്ടിയുമായിട്ട് നെടുങ്കണ്ടത്തിന്റെ രാജവീതികളിലൂടെ മുമ്പോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വണ്ടി ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ചവിട്ടിയെ. ആ വണ്ടിക്കാരന്റെ കുഴപ്പമൊന്നുമല്ല കേട്ടോ. സീബ്ര ലൈനിന് മുമ്പിലാണ് നിർത്തിയത്. യാത്രക്കാരുണ്ടായിരുന്നു റോഡിൽ മുറിച്ച് കിടക്കാൻ വേണ്ടിയേ. പൊതുവെ ടൗണിൽ ആൾക്കാരുടെ തിരക്ക് കുറവാണെങ്കിലും വണ്ടികൾ ധാരാളം ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണവും വിനോദസഞ്ചാരവും ഒക്കെ ആയിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്നെപ്പോലെ ഒരു പണിയില്ലാത്ത ആൾക്കാർ അതിലേ പോകുന്നുണ്ടാവുമല്ലോ. എല്ലാവരും കൂടെ കൂടിച്ചേർന്നൊരു തിരക്ക്, അത്ര തന്നെ. പിന്നെ ബഡീസെ, വീഡിയോ ചെയ്യാൻ വേണ്ടി 1-2 ഗാഡ്ജറ്റ്സ് ഒക്കെ ഞാൻ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ട്രൈപോഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ട്രൈപോഡാണോ അതിൻ്റെ പേര്? അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. മറ്റേ സ്റ്റാൻഡൊക്കെ ഉള്ള ഓട്ടോമാറ്റിക്കായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നൊരു സാധനം, അത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് അടുത്ത ദിവസം വരുമെന്നാണ് പറഞ്ഞത്. വരുമ്പോൾ അതിൻ്റെ അൺബോക്സിങ് ഞാൻ നമ്മുടെ ചാനലിൽ കാണിക്കാം കേട്ടോ. പിന്നെ വീഡിയോയുടെ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടി ഒരു ക്യാമറ മേടിക്കണമെന്ന്, നല്ലൊരു മൊബൈൽ ഫോൺ മേടിക്കണമെന്നാണ് എനിക്കൊരു ഡൗട്ടേ. മൊബൈൽ ഫോൺ ആണെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു കുറച്ചുകൂടെ. ഇതിനെക്കുറിച്ച് ടെക്നിക്കലായിട്ട് കൂടുതൽ അറിവുള്ള ആൾക്കാർ അതൊന്ന് പറഞ്ഞു തരാമോ? പിന്നെ വീഡിയോയുടെ കാര്യത്തിലും എഡിറ്റിങ്ങിലും ഒക്കെ പ്രാവീണ്യമുള്ള 1-2 നമ്മുടെ ബഡീസ് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. അവർ പറഞ്ഞ അനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് ഓവറിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയേക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം കേട്ടോ. പിന്നെ ബഡീസ്, യൂട്യൂബിൽ ഒത്തിരി പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടേ. പക്ഷെ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഫേസ്ബുക്കിൽ കാണുന്നവരെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ബഡീസെ.
പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് യൂട്യൂബ് ചെയ്യുന്ന 1-2 ബഡ്ഡീസ് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏത് സമയത്ത് വിളിച്ചാലും മെസ്സേജ് അയച്ചാലും ഒക്കെ അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ വലിയ നന്ദിയുണ്ട് കേട്ടോ ബഡ്ഡീസേ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നെടുങ്കണ്ടം ടൗണിന്റെ ഏകദേശം ഫുൾ ദൃശ്യങ്ങൾ നമ്മൾ പകർത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് കല്ലാറ്റിന്ന് മൂന്നാർ പോകുന്ന ആ ഭാഗം വരെ. ഇട റോഡുകളൊന്നും നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല, പിന്നീട് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ. നമ്മുടെ പള്ളിയൊക്കെ കാണുന്നുണ്ട്, പള്ളിയുണ്ട്, പിന്നെ നമ്മുടെ അടിപൊളി സ്റ്റേഡിയം ഉണ്ട് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ. നല്ല രസമാണ് കേട്ടോ. വൈകുന്നേരം ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കാറുണ്ട്. ധാരാളം ആൾക്കാർ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ സൈഡിൽ കാണുന്നത് നമ്മുടെ പുതുതായിട്ട് പണിയുന്ന നമ്മുടെ താലൂക്ക് ആശുപത്രിയാണേ. ബഡീസെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിൽ കാണുന്നവർ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഓക്കെ, അപ്പം വീണ്ടും കാണാം. താങ്ക്